Intersection of sets എന്ന ടോപ്പിക്ക് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 7 ആൻഡ് 8. അതിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഈച്ച് പെയർ ഓഫ് സെറ്റ്സ്. ഇവിടെ സബ്സെറ്റ്സ് ആയിട്ട് തന്നിട്ടില്ല, വിച്ച് മീൻസ് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടില്ല. നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈച്ച് പെയർ ഓഫ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ 1 എബവ്, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സബ്സെറ്റ്സ് എഴുതിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 1, 3, 5, വൈ ഇസ് ഈക്വൽ ടു 1, 2, 3. ഇതാണ് ആദ്യത്തെ സെറ്റ്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണണം. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈ എഴുതുക. എക്സ് എന്നുള്ള സെറ്റ് 1, 3, 5 ഇൻ്റർസെക്ഷൻ 1, 2, 3. ഇനി ഇൻ്റർസെക്ഷൻ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് സെറ്റിലും കോമൺ വരുന്ന എലമെൻറ്റ്സ് ആണ് ഇൻ്റർസെക്ഷനിൽ വരിക. അതായത് 1 എന്നുള്ള എലമെൻറ്റ് ഈ സെറ്റിലുണ്ട്, ഈ സെറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് 1 എഴുതാം, കോമ. 3 എന്ന് പറയുന്ന എലമെൻറ്റ് ഈ സെറ്റിലുണ്ട്, സെക്കൻഡ് സെറ്റിലുണ്ട്, 3 ആഡ് ചെയ്യാം. 5 ഇതിലുണ്ട്, പക്ഷേ ഇതിലില്ല. അടുത്തത് 2 ഇതിലുണ്ട്, ഇതിലില്ല. അപ്പോൾ ഈ സെറ്റിലാകെ 2 എലമെൻറ്റ്സേ ഉള്ളൂ, 1ഉം 3ഉം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന സെറ്റ് വൗവൽസിൻ്റെ സെറ്റ്, ബിയിൽ എ, ബി, സി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് സെറ്റിലെ എ രണ്ട് സെറ്റിലെയും എലമെൻ്റ് ആണ്. അപ്പോൾ എ എഴുതാം. അടുത്ത എലമെൻറ്റ് കണ്ടുപിടിക്കാൻ ഈ സെറ്റിലുണ്ട്, പക്ഷെ സെക്കൻഡ് സെറ്റിലില്ല. ഐ ഇതിലുണ്ട്, ഇതിലില്ല. ആകെ ഇതിൽ സി മാത്രമേ ഉള്ളൂ, സി ഇതിലില്ല. ബാക്കി ഒരു എലമെൻറ്റ്സ്, എ ഒഴികെ ഒരു എലമെൻറ്റ്സും ഈ സെറ്റിലും ഇല്ല. ബിയും സിയും ഇതിലും ഇല്ല. അപ്പോൾ രണ്ടിലും കോമൺ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, അത് എ മാത്രം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയില്ല, ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. ഇങ്ങനത്തെ സെറ്റിനെ വിളിക്കുന്നതാണ് സിംഗിൾട്ടൺ സെറ്റ്സ്. തേർഡ് വൺ, എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. 3, 6, 9, 12 എക്സെട്ര. അത് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ സെറ്റാണ്. ഇത് എൻലെസ് ആണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ്. സെക്കൻഡ് സെറ്റിൽ 1 തൊട്ട് 5 വരെയുള്ള എലമെൻറ്റ്സ്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു സെറ്റിൽ 3 തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഇവിടെ 1 തൊട്ട് 5 വരെ ഉള്ളൂ. അതിലാകെ 3 മാത്രമേ ഈ ഒരു സെറ്റിലുള്ളൂ. 1ഓ 2ഓ 4ഓ 5 ഒന്നും ഈ സെറ്റിലില്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ രണ്ട് സെറ്റിലും കോമൺ ആകെ ഒരു എലമെൻറ്റേ ഉള്ളൂ, 3. അടുത്ത ക്വസ്റ്റ്യൻ, സെറ്റ് എ, സെറ്റ് ബി. ഇത് എ ഇൻ്റർസെക്ഷൻ ബിയിലെ ഇത് 2, 3, 4, 5, 6. ഇതിൽ 7, 8, 9. ഈ രണ്ട് സെറ്റിലും കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് ഒരു കോമൺ എലമെൻറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റാണ്. എന്നെങ്കിൽ 5 ഇടാം, അല്ലെങ്കിൽ എം ടി സെറ്റ് ഇടാം. ഫിഫ്ത്ത് വൺ, എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3. ബി ഒരു എം ടി സെറ്റാണ്. ഇങ്ങനെ രണ്ട് സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഈ സെറ്റിൽ എം ടി സെറ്റിൽ നമുക്ക് ഒന്നും കോമൺ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെയും ആൻസർ 5. സിക്സ്ത് ക്വസ്റ്റ്യൻ, 4 സെറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു 10 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിലും ഫസ്റ്റ് വൺ, ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ ഫസ്റ്റ് സെറ്റിൽ നോക്കുക, 3 ഈ സെറ്റിലില്ല, 5 ഈ സെറ്റിലില്ല, 7 ഉണ്ട് രണ്ട് സെറ്റിലും. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടി 7, 9 ഉണ്ട് രണ്ട് സെറ്റിലും, 11 ഉണ്ട്, 13 ഇല്ല. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എലമെൻറ്റ്സ് 7, 9 ആൻഡ് 11. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ബി ഇൻ്റർസെക്ഷൻ സി. ബിയും സിയും കൂടി നോക്കുമ്പോൾ 7ഉം 9ഉം ഇതിലില്ല, 11ഉം 13ഉം ഉണ്ട്, 15 ഇതിലില്ല. അപ്പോൾ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് 11 ആൻഡ് 13. അടുത്ത ക്വസ്റ്റ്യൻ, എ ഇൻ്റർസെക്ഷൻ സി, ഇൻ്റർസെക്ഷൻ ഡി. ഇവിടെ 3 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യൂണിയനിലും ഇതുപോലെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. ആദ്യത്തെ 2 സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ആദ്യം കാണുക, എയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ആദ്യം കാണുക, ആ കിട്ടുന്ന സെറ്റിനോട് ഡിയും ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ കാണുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് എയും സിയും, എയിൽ 3, 5, 7, 9, 11, സിയിൽ 11, 13, 15. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആകെ 11 മാത്രമാണുള്ളത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ സിയിൽ 11 മാത്രമേ കിട്ടുള്ളൂ. ഇൻ്റർസെക്ഷൻ ഡി നോക്കുക. ഡി എഴുതുമ്പോൾ 15, 17. ഈ ഒരു ഇൻ്റർസെക്ഷനിൽ 11, 15, 17 രണ്ടിലും ഒരു കോമൺ ടേം ഇല്ല. 5 എം ടി സെറ്റാണ് ഇതിൻ്റെ ആൻസർ. Fourth one, A intersection C.
എ ഇൻ്റർസെക്ഷൻ സി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് 11 ആണ്. ഒന്നും കൂടി വെരിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ബി ഇൻ്റർസെക്ഷൻ ഡി ആണ്. ബി നോക്ക് 7, 9, 11, 13. ഡിയിൽ 15ഉം 17ഉം ഈ രണ്ട് സെറ്റിലും കോമൺ ടേംസ് ഇല്ല. സോ ബി ഇൻ്റർസെക്ഷൻ ഡി എം ടി സെറ്റ് ആണ്. 5. 6th ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതിൽ രണ്ട് ഓപ്പറേഷൻസും അറ്റ് എ ടൈം വന്നിട്ടുണ്ട്. ഇവിടെ ഇൻ്റർസെക്ഷനും ഇവിടെ യൂണിയനും. ഓൾറെഡി ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം സോൾവ് ചെയ്യാൻ. എ ഇൻ്റർസെക്ഷൻ അതുപോലെ തന്നെ എഴുതി. ബി യൂണിയൻ സി കണ്ടുപിടിക്കാൻ ബിയിലെ എലമെൻറ്റ്സ് ആദ്യം എഴുതുക. യൂണിയൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എഴുതുക. ആദ്യം ബി കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി സി നോക്കുക. സിയിൽ 11 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 13 എഴുതിയിട്ടുണ്ട്. ഇനി 15 കൂടി ആഡ് ചെയ്താൽ മതി. ഇതാണ് ബി യൂണിയൻ സി. ഇനി എ എന്ന് പറയുന്ന സെറ്റ് എഴുതുമ്പോൾ 3, 5, 7, 9, 11. ഇൻ്റർസെക്ഷൻ 7, 9, 11, 13, 15. ഇനി ഇതിൽ നിന്ന് കോമൺ എലമെന്റ്സ് എടുക്കുമ്പോൾ 3ഉം 5ഉം ഇതിലില്ല. 7ഉം 9ഉം ഉണ്ട്, 11ഉം ഉണ്ട്. 7, 9, 11. 13ഉം 15 ഇതിലും ഇല്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 7, 9, 11. 7th one എ ഇൻ്റർസെക്ഷൻ ഡി. എ എന്ന് പറയുന്ന സെറ്റിൽ 3, 5, 7, 9, 11. ഡിയിൽ 15ഉം 17ഉം രണ്ടിലും കോമൺ ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ ഇൻ്റർസെക്ഷൻ എം ടി സെറ്റ് കിട്ടും. അടുത്തത് 8th one എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. അപ്പോൾ ബി യൂണിയൻ ഡി ആദ്യം സോൾവ് ചെയ്യണം. എ ഇൻ്റർസെക്ഷനെ അങ്ങനെ തന്നെ ഇട്ടു. ബിയുടെ സെറ്റ് ആദ്യം എഴുതി. 7, 9, 11, 13. ഡി എഴുതാനായിട്ട് 15ഉം 17ഉം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ബി യൂണിയൻ ഡി നമ്മൾക്ക് കിട്ടി. ഇനി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഒന്ന് ഇറക്കി എഴുതുക, ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇതിൽ 7ഉം 9ഉം 11 ആണ്. രണ്ട് സെറ്റിലും കോമൺ ടേംസ്. അപ്പോൾ 7, 9, 11 ആണ് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ. 9th one എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിയും ബി യൂണിയൻ സിയും കണ്ടുപിടിക്കാം. എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ എയിൽ എലമെന്റ്സ് 3, 5, 7, 9, 11. ബിയിലും 7, 9, 11, 13. കോമൺ എലമെന്റ്സ് ഏതാണ് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ? 7, 9, 11. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി കാണാം. യൂണിയനും ഇൻ്റർസെക്ഷനും ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. യൂണിയൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് അങ്ങനെ തന്നെ എഴുതി. സിയിൽ 11 എഴുതിയിട്ടുണ്ട്, 13 എഴുതിയിട്ടുണ്ട്. ഇനി 15 കൂടെ എഴുതിയാൽ മതി. അപ്പോൾ 15 എഴുതുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഇനി ഇതിൽ രണ്ടിലും കോമൺ എടുക്കുക. ഇതിൽ രണ്ടിലും കോമൺ ഈ ഒരു സെറ്റിൽ 3 ടേംസേ ഉള്ളൂ. ആ 3 ടേംസ് ഇതിലുണ്ട്. ഇതിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ 7, 9 and 11. അതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് 10th വണ്ണും. ഇതുപോലെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ടല്ലേ. അപ്പം ഞാൻ ആദ്യം എ യൂണിയൻ ഡി കണ്ടുപിടിക്കാം. എ യൂണിയൻ ഡി ആണ്. അപ്പോൾ എ ആദ്യം തന്നെ അതുപോലെ എഴുതുക. 3, 5, 7, 9, 11. യൂണിയൻ എടുക്കുമ്പോൾ അടുത്ത ഡി ആണ്. ഡിയിൽ 15ഉം 17ഉം എഴുതുക. ഈ ഒരു പാർട്ട് കഴിഞ്ഞു. അടുത്തത് ഇൻ്റർസെക്ഷൻ സൈൻ ഇടുക. ബി യൂണിയൻ സി. അതിൽ ബി എഴുതുക ആദ്യം. 7, 9, 11, 13. ഇനി സി എഴുതുമ്പോൾ സിയിൽ 11ഉം 13ഉം എഴുതിയിട്ടുണ്ട്. 15ഉം കൂടെ ആഡ് ചെയ്താൽ മതി. ഇതിന് ഇൻ്റർസെക്ഷൻ എടുക്കുക. 3ഉം 5ഉം എന്താ ഇതിലില്ല. 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. 7, 9, 11. 13 ഇല്ല, 15 ഉണ്ട്, 17 ഇല്ല. അപ്പോൾ കോമൺ എടുക്കുമ്പോൾ 7, 9, 11, 15. Seventh one, if A is equal to A, B, C 4 സെറ്റ്സ് ഉണ്ട്. അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ A is equal to X such that X is a natural number. അപ്പോൾ ഞാൻ എല്ലാ സെറ്റിനെയും റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. X such that X is a natural number. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. 1, 2, 3, 4, 5 എക്സെട്ര റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. B is equal to X such that X is an even natural number. അതായത് 2, 4, 6, 8 എക്സെട്ര.
സി ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആണ്. എക്സ് ഇസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് 2, 3, 5, 7, 11 എക്സെട്ര എല്ലാ സെറ്റിൻ്റെയും റോസ്റ്റർ ഫോമാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സെറ്റ് ബിൽഡർ ഫോം വെച്ചിട്ട് തന്നെ പറ്റും. ഇങ്ങനെ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുറച്ചും കൂടെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താലാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എ ഇൻ്റർസെക്ഷൻ ബി നോക്കൂ. എയിൽ 1, 2, 3, 4, 5 എല്ലാ നമ്പേഴ്സും ഉണ്ട്. ബിയിൽ ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 2, 4, 6, 8 അതൊക്കെ എന്തായാലും ഇതിലില്ലേ. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് തന്നെ വരും? ഈ സെറ്റ് തന്നെ വരും. എയിലും ബിയിലും ബി ആണ് കോമൺ ഉള്ളത്. 2 ഉണ്ട്, ഇതിലുണ്ട് 4 രണ്ടിലുണ്ട്, 6 എന്തായാലും ഉണ്ടാവും, 8 ഉണ്ടാവും. അപ്പോൾ ബി കിട്ടും. അതായത് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ ഒന്നെങ്കിൽ ഇതുപോലെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ മതി, അല്ലെങ്കിൽ ബി എന്ന് തന്നെ ഇട്ടാലും മതി. അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി. എയും സിയും കൂടി ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എയിൽ എല്ലാ എലമെൻസും ഉണ്ട്. സിയിൽ ഇത് ആകെ കൂടി 1, 3, 5, 7, 9 ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സി കിട്ടും. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ഡി. എയും ഡിയും കൂടി നോക്കുമ്പോൾ 2, 3, 5 ഈ സെറ്റ് എല്ലാം എന്തായാലും ഇതിലുണ്ടാവും. രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സെറ്റ് ഡി തന്നെ വരും. കാരണം ഡി എന്ന് പറഞ്ഞാൽ എയുടെ ഒരു സബ്സെറ്റ് അല്ലേ. അടുത്തത് ബിയും സിയും കൂടെ നോക്കുക. ബി എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സിയിൽ ഓഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു കുറച്ച് നമ്പേഴ്സ് എഴുതിയേക്കുന്നതിൽ തന്നെ ക്ലിയർ ആണ്. 2 ഇതിലില്ല, 1 ഇതിലില്ല, 4 ഇതിലില്ല, 3 ഇതിലില്ല. അതായത് പരസ്പരം ഒരു നമ്പേഴ്സും രണ്ട് സെറ്റിലും ഇല്ല. ഈ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ 5 എംപ്റ്റി സെറ്റ്. ഫിഫ്ത്ത് വൺ ബി ഇൻ്റർസെക്ഷൻ ഡി. ബിയിൽ 2 ഈവൻ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഡി എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് 2 രണ്ട് സെറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ഒരു എലമെൻറ്റിനെ കിട്ടി 2. 3 നോക്കിയാൽ 3 ഇതിലില്ല, കാരണം ഈവൻ നമ്പേഴ്സ് ആണ്. ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും 2 ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും ഓഡല്ലേ. അപ്പോൾ രണ്ടിലും കോമൺ ആകിയത് ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റ് അല്ലേ. അപ്പോൾ രണ്ടിലും കോമൺ ആകെ 2 മാത്രമേ ഉള്ളൂ. സിംഗിൾട്ടൺ സെറ്റ് 2. അടുത്ത ക്വസ്റ്റ്യൻ സി ഇൻ്റർസെക്ഷൻ ഡി. സിയും ഡി നോക്കുക. സി ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റും ഡി പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റും. അതിൽ 2 ഒഴികെ ബാക്കി എല്ലാം കോമൺ ആണ് അല്ലേ, ഓഡ് നമ്പേഴ്സ് ആണ്. 3, 1 ഇല്ല, 2 ഇല്ല, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11. അതായത് 3 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം 3, 5, 7, 11 എക്സെട്ര. രണ്ടിലും കോമൺ ഉള്ള എലമെന്റ്സ്. അതായത് ഓഡ് പ്രൈം നമ്പേഴ്സ്. ഓഡ് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ എന്തായാലും 1 പ്രൈം നമ്പർ അല്ലല്ലോ. അപ്പോൾ എന്തായാലും ഓഡ് ആയിട്ടുള്ള പ്രൈം നമ്പർ 3 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് പ്രൈം നമ്പർ. ഓഡ് പ്രൈം നമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 8. 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ സബ് ക്വസ്റ്റ്യനിലും ഒരു പെയർ ഓഫ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഡിസ്ജോയിൻ സെറ്റ്സ് എന്നാണ് നോക്കേണ്ടത്. നമുക്കറിയാം ഡിസ്ജോയിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ്സ് എയും ബിയും എടുത്താൽ ഇൻ്റർസെക്ഷൻ നോക്കുമ്പോൾ അത് 5 എംപ്റ്റി സെറ്റാണ്. 2 സെറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ കിട്ടുന്നതെങ്കിൽ അത്തരം സെറ്റുകളാണ് ഡിസ്ജോയിൻ സെറ്റ്സ്. അതിനായിട്ട് ഒന്ന് റോസ്റ്റർ ഫോമിലും ഒന്ന് സെറ്റ് ബിൽഡർ ഫോമിലുമാണ് തന്നിട്ടുള്ളത്. രണ്ടിനെയും റോസ്റ്റർ ഫോമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റിനെ എ എന്ന് നെയിം ചെയ്തു. സെക്കൻഡ് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 4നും 6നും ഇടയിലുള്ളത്, അത് 5 ആണ്. 4ഉം വരാം 6ഉം വരാം. സ്ട്രിക്ട്ലി ലെസ് ദാൻ അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. 4, 5, 6 ആണ് സെക്കൻഡ് സെറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കണ്ടുപിടിക്കുക. ഈ 2 സെറ്റിലും കോമൺ ആയിട്ടൊരു ടേം ഉണ്ട് 4. അതായത് ഇതൊരു എംപ്റ്റി സെറ്റ് അല്ല. അപ്പോൾ ഇതൊരു ഡിസ്ജോയിൻ സെറ്റ് അല്ല. ഈക്വൽ ടു എംപ്റ്റി സെറ്റ് കിട്ടിയാലാണ് ഡിസ്ജോയിൻ സെറ്റ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 2 സെറ്റ്സ് ഇതാണ്. ഈ 2 സെറ്റ്സിൻ്റെയും ഇൻ്റർസെക്ഷൻ കാണുക. ഇൻ്റർസെക്ഷൻ കാണുമ്പോൾ ഇതിലിതാ ഈ 2 സെറ്റിലുണ്ട്. വേറെ എലമെൻസ് ഒന്നും കോമൺ അല്ല, പക്ഷെ ഈ ഉണ്ട്. അപ്പോൾ ഇതിലും നമുക്കൊരു എലമെൻറ്റ് കിട്ടി, അതായത് 5 അല്ല. സോ ഇതും ഡിസ്ജോയിൻ്റ് അല്ല.
ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഈവൻ ഇൻഡിജർ. അപ്പോൾ ഈവൻ ഇൻഡിജറിനെ ഒന്ന് റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതാണ് എലമെന്റ്സ് കിട്ടുക, ഈവൻ നമ്പേഴ്സ് കിട്ടും. സെക്കൻഡ് വൺ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് ഇൻഡിജർ, ഓഡ് നമ്പേഴ്സിന്റെ സെറ്റാണ്. ഇവരുടെ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ നോക്കിയാൽ ഏതെങ്കിലും ഒരു നമ്പർ കോമൺ വരുമോ? ഒന്ന് ഈവൻ നമ്പേഴ്സിന്റെ സെറ്റും ഒന്ന് ഓഡ് നമ്പേഴ്സിന്റെ സെറ്റും അല്ലേ? അതായത് ഈ രണ്ട് സെറ്റിന്റെയും ഇന്റർസെക്ഷൻ എന്താണ്? ഇന്റർസെക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് 5 കിട്ടും, അതായത് എം ടി സെറ്റ്. Therefore this two sets are disjoint. ഈ മൂന്ന് സെറ്റില് ഈ ഒരു പെയർ ഓഫ് സെറ്റ്സ് മാത്രമാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്.